നമ്മിൽ ഉളവാകുന്ന വികാരങ്ങൾ നമ്മുടെ ചിന്തകളെ ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ വികാരങ്ങളുടെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. നാം അനുവദിക്കാതെ പരിസ്ഥിതിക്കോ മറ്റുള്ളവർക്കോ നമ്മുടെ വികാരങ്ങളെ മാറ്റാൻ കഴിയുകയില്ല. നമ്മുടെ വികാരങ്ങൾ നമ്മുടെ മാത്രം സ്വന്തമാണ്. നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പ്രകടനവുമാണ് അത്. സ്വയത്തെ സ്നേഹിക്കുവാനും അംഗീകരിക്കുവാനും പഠിക്കുക. നമ്മുടെ മനസ്സിനെ പോസിറ്റീവായ വികാരങ്ങൾ കൊണ്ട് നിറയ്ക്കാൻ ചിന്തകളെ പരിശോധിക്കുക. നെഗറ്റീവായ ചിന്തകളുടെ സ്ഥാനത്ത് പോസിറ്റീവായ ചിന്തകൾ കൊണ്ട് നിറയ്ക്കുക. നാം പറയുന്ന വാക്കുകളും ചിലപ്പോൾ നമ്മുടെ മാനസികാവസ്ഥയെ സ്വാധീനിക്കാറുണ്ട്. പറഞ്ഞു പോയ വാക്കുകൾ പറയേണ്ടതില്ലായിരുന്നു എന്ന ചിന്തിച്ചു പോയ അവസരങ്ങൾ അനവധിയാകാം. ഇത് പലപ്പോഴും നമ്മൾ കുറ്റബോധവും നിരാശയും ജനിപ്പിക്കുവാൻ കാരണമാകാം. എന്നാൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ആകുലപ്പെടുന്നതിന് പകരം നല്ല ചിന്തകൾ കൊണ്ട് മനസ്സിനെ നിറയ്ക്കുക. ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക. വേദനിക്കുന്ന നമ്മുടെ മനസ്സിനെ സാന്ത്വനിപ്പിക്കേണ്ടത് നമ്മുടെ തന്നെ ചുമതലയാണ്. നമ്മുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞാൽ ആശ്വാസം ലഭിക്കുമെന്ന ചിന്ത തെറ്റാണ്. കാരണം കൂടുതൽ ആളുകളും മറ്റുള്ളവരുടെ പ്രയാസങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്നവരാണ്. പലപ്പോഴും പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകാനും സങ്കീർണമാകുവാനും മാത്രമേ ഇത് ഉപകരിക്കുകയുള്ളൂ. മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും സ്വന്തം മനസ്സിനെ ആശ്വസിപ്പിക്കുവാൻ നമുക്ക് കഴിയണം. പെട്ടെന്നുണ്ടാകുന്ന കോപവും മുറിപ്പെടുത്തുന്ന വാക്കുകളും അക്രമവും എല്ലാം അസ്വസ്ഥമായ മനസ്സിൻ്റെ ലക്ഷണങ്ങളാണ്. ഇങ്ങനെയുള്ള വ്യക്തികൾ സ്വന്തം മനസ്സിനെ സ്വസ്ഥമാക്കുവാൻ ശ്രമിക്കണം. ഇവിടെയും പോസിറ്റീവായ ചിന്തകൾ അനിവാര്യമാണ്. സെൽഫ് അഫർമേഷൻ പരിശീലിക്കുക, റിലാക്സേഷൻ മാർഗങ്ങൾ, വ്യായാമം, ശരിയായ ഉറക്കം എന്നിവയെല്ലാം പ്രധാനമാണ്. സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം വൈകാരിക പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. മറ്റുള്ളവരുടെ അംഗീകാരവും മറുപടികളും നമ്മുടെ വൈകാരികതയെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. സ്വന്തം സ്റ്റാറ്റസ്, സെൽഫി എന്നിവ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും മറ്റുള്ളവരുടെ ലൈക്കും കമൻറ്റും പ്രതീക്ഷിച്ചിരിക്കുന്നവർ അനവധിയാണ്. ചിലരിൽ ഇത് അമിത ഉത്കണ്ഠയ്ക്കും വിഷാദത്തിനും പോലും കാരണമാകാറുണ്ട്. സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം പരമാവധി കുറയ്ക്കുകയാണ് ഇതിനുള്ള പ്രതിവിധി. മദ്യപാനവും ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വ്യക്തികളുടെ വൈകാരിക നിലയെ സ്വാധീനിക്കാറുണ്ട്. ഇത്തരം വ്യക്തികളിൽ സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുകയും സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള സാധ്യതയും ഏറെയാണ്. ലഹരി വസ്തുക്കൾ അവയുടെ ഉപയോഗം പെട്ടെന്ന് നിർത്തുമ്പോൾ പിന്മാറ്റ ലക്ഷണങ്ങൾ അഥവാ വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാകാം. ആവശ്യമായ ഘട്ടങ്ങളിൽ ഒരു മാനസിക ആരോഗ്യ വിദഗ്ധൻ്റെയോ ലഹരി ചികിത്സാ കേന്ദ്രങ്ങളുടെയോ സഹായം തേടുന്നത് ഉചിതമാണ്. മദ്യവും മയക്കുമരുന്നും കൂടാതെ നാം നിത്യേന ഉപയോഗിക്കുന്ന വസ്തുക്കളായ ചായ, കാപ്പി, എരിവ്, പുളി, മധുരം, ഉപ്പ്, സ്പൈസസുകൾ, മസാലകൾ ഇവയെല്ലാം നമ്മുടെ വൈകാരിക നിലയ്ക്ക് വ്യതിയാനം വരുത്തുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഭക്ഷണപദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിയന്ത്രണം ആവശ്യമാണ്. പ്രകൃതിയോട് ചേർന്ന ജീവിതശൈലിയും ചിട്ടയായ വ്യായാമവും നല്ല ശീലങ്ങളും നല്ല ചിന്തകളും ശരിയായ ഉറക്കവുമെല്ലാം നല്ല വൈകാരിക ആരോഗ്യത്തിന് അനിവാര്യമാണ്. വൈകാരിക ആരോഗ്യത്തിന് സഹായിക്കുന്ന മറ്റൊരു ഘടകമാണ് പ്രാർത്ഥനയും ധ്യാനവും. ഇത് പരമ്പരാഗതമായി മനുഷ്യർ വികസിപ്പിച്ചെടുത്ത ഒരു മാർഗമാണ്. ഓർക്കുക, നമ്മുടെ വൈകാരിക ആരോഗ്യം സംരക്ഷിക്കേണ്ടത് നമ്മുടെ തന്നെ ചുമതലയാണ്.